ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ദിവസേനയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഏതൊക്കെ മേഖലകളിലാണെന്ന് നമുക്ക് ദൈവത്തോട് അന്വേഷിച്ച് ആരായേണ്ടതുണ്ട്. ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തുന്നത് അത്ഭുതകരമായിട്ടാണ്. നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന അവസ്ഥകളിൽ, യാത്രകളിൽ, അങ്ങനെ ദൈവം നമ്മെ നിരന്തരമായി കൂടെ ഇരുന്നു കൊണ്ട് വഴി നടത്തുന്നു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമെല്ലാം വിടുവിക്കുന്നു. ദൈവത്തോട് നമുക്ക് പലപ്പോഴും പരാതികളാണ്. എല്ലാ ദിവസവും അധ്വാനിക്കുന്നുണ്ട്. ദൈവമേ, ഇത് അനുഭവിക്കാനുള്ള യോഗം എനിക്ക് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ കാണാൻ സാധിക്കും. ഓരോ ദിവസവും പ്രയാസപ്പെട്ടുകൊണ്ട് സ്വന്തം അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയാതെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരുടെ അധ്വാന ഫലം ഒന്നെങ്കിൽ ബാങ്കുകൾ കൊണ്ടുപോവുകയാണ്. കടഭാരത്താൽ ഓരോ ദിവസവും ഓരോ മാസവും അധ്വാനിക്കുന്നത് ബാങ്കിലേക്ക് നേരെ പോകുന്നു. അല്ലെങ്കിൽ കടക്കാർക്ക് കൊടുത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഭവനത്തിലെ അവസ്ഥകളോ തങ്ങൾക്കൊരു വസ്ത്രം പോലും വാങ്ങിക്കാനാവാത്ത പല മനുഷ്യരെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പകലന്തിയോളം കിടന്ന് അധ്വാനിച്ചാലും അത് സ്വന്തം ജീവിതത്തിലേക്ക് സ്വന്തമായിട്ട് ജീവിക്കുന്നതിന് സൗഭാഗ്യങ്ങളോടുകൂടി ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നതിന് സാധിക്കുന്നില്ല. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. പലവിധമായിട്ടുള്ള അനേകം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥയിലുള്ളവർക്ക് പോലും ഈ അവസ്ഥയുണ്ട്. കടഭാരത്തിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് ഒരു വിനോദയാത്ര പോകാനോ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഉല്ലാസ അവസ്ഥകളിൽ പോകുന്നതിനോ ഒന്നും സാധിക്കാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ. ഈ തടസ്സങ്ങളെ ദൈവം മാറ്റുന്നതിന് സങ്കീർത്തനങ്ങൾ 128 സങ്കീർത്തനം അതിൽ 2 വാക്യം പ്രത്യേകം ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഈ വചനം എഴുതുക തന്നെ ചെയ്യണം. ഈ സങ്കീർത്തനം നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. വിവാഹ സമയങ്ങളിലൊക്കെയും ഈ സങ്കീർത്തനം വളരെയധികം പാടി കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെയും ഈ സങ്കീർത്തനത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. നമുക്ക് ഈ 128 സങ്കീർത്തനം ഒന്ന് വായിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ദൈവം ഇവിടെ വളരെ സന്തോഷകരമായൊരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണ് ഇരിക്കുന്നത്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നിന്നെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തുന്നതായിട്ട് ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. എന്ത് ചെയ്യണം? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അനുഭവിക്കാനുള്ളൊരു യോഗം, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം. അത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് അത്രത്തോളം ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹവും പ്രാർത്ഥനയുമൊക്കെ നമുക്കുണ്ടായിരിക്കണം. യഹോവയെ ഭയപ്പെടണം. എങ്കിലേ നിനക്ക് നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വചനം അനേകം തവണ എഴുതണം. ഈ സങ്കീർത്തനം വായിക്കണം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നമുക്ക് നന്മയുള്ളൊരു കാലം വരും. നമ്മുടെ ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും. ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റിവരിക്കും. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് മിച്ചം പിടിക്കാനായിട്ട് നമ്മൾ വായ്പ, കടം മറ്റുള്ളവരോട് വാങ്ങാതെ നമ്മൾ കടം കൊടുക്കുന്നവരായിട്ട് മാറും. അത്രയ്ക്ക് ദൈവം നമ്മെ ഉയർത്തും. ഈ വചനത്തിൽ മാത്രം ആശ്രയിക്കുക. ഈ വചനത്തിന് വേണ്ടി, ധ്യാനത്തിന് വേണ്ടി സമയം നമ്മൾ
എത്ര മാറ്റിവെക്കുന്നു അത്രമേൽ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം നമ്മളിതൊക്കെ പറയുന്നത്. ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ, നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിനെ ഏറ്റുവാങ്ങാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാത്തിനെയും സ്വീകരിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, മനുഷ്യരെ കരുതുവാനൊക്കെ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മുടെ നിരാശകളെ മാറ്റിവെക്കാം. അധ്വാനിച്ചിട്ട് ഒന്നും നമുക്ക് സാധിക്കുന്നില്ല എന്ന് ശിഷ്യന്മാരെ പോലെ പറയാതെ ദൈവം ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അധ്വാനിച്ചിട്ട് ഈ വല വിരിച്ച് രാത്രിയിലൊക്കെ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പം ദൈവം പറയുന്നുണ്ട്, വലതുവശത്തേക്ക്, പടകിൻ്റെ വലതുവശത്തേക്ക് നീക്കി വല വിരിക്കുക. ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. അപ്പോൾ നമ്മുടെ അധ്വാന ഫലം നമുക്ക് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത് വലിയൊരു വിഷയമാണ്. ഈ വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. നിരാശയിൽപ്പെട്ടു പോകരുത്. കടങ്ങൾ മാറും. ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.